ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് കൊറിയൻ സിനിമകൾ കാണുന്നവർ അവരായിരിക്കും. എന്നാൽ പണ്ടത്തെ ജനറേഷൻ അങ്ങനെ ആയിരുന്നില്ല. അവർ ആകെ കണ്ടിട്ടുണ്ടാവുക ടൈറ്റാനിക്, സ്പൈഡർമാൻ, സിൻഡ്രല്ല പോലത്തെ സിനിമകളായിരിക്കും. അക്കൂട്ടത്തിൽ ഏറെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രമാണ് ജുറാസിക് പാർക്ക്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഭീമാകാരമായ ജീവിയും അതിന് മുന്നിൽ പെട്ടുപോകുന്ന മനുഷ്യരും അവരുടെ ജീവിതവുമെല്ലാം കുട്ടിക്കാലത്ത് ചെറിയ ഭയത്തോടെയും കൗതുകത്തോടെയുമാണ് നമ്മൾ കണ്ടിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വളർന്നതിനൊപ്പം ജുറാസിക് ഫ്രാഞ്ചൈസിയിൽ നിന്നും വീണ്ടും സിനിമകൾ വന്നു. ഇന്നും പഴയ അതേ കൗതുകത്തോടെയാണ് നമ്മൾ ജുറാസിക് വേൾഡ് കാണാറുള്ളത്. ജുറാസിക് പ്രേമികളുടെ ആ കൗതുകത്തിന് വെളിച്ചം നൽകുകയാണ് ഫ്രാഞ്ചൈസിയിൽ നിന്നും പുതിയ സിനിമ വരുന്നുണ്ടെന്ന വാർത്ത. യെസ്, ഡൈനോസേഴ്സ് ആർ കമ്മിങ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ജുറാസിക് ഫ്രാഞ്ചൈസിക്ക് തുടക്കം. സ്റ്റീവൻ സ്പിൽബർഗിന്റെ സംവിധാനത്തിൽ വന്നെത്തിയ ആദ്യ ചിത്രമായിരുന്നു ജുറാസിക് പാർക്ക്. സാം നീൽ, ലോറ ഡേം, ജെഫ് ഗോൾഡ്ബ്ലം എന്നിവർ വേഷമിട്ട ചിത്രം അന്ന് വലിയ ഹിറ്റായി മാറിയിരുന്നു. 1990 പ്രസിദ്ധീകരിക്കപ്പെട്ട മൈക്കൽ ക്രിസ്റ്റോണിന്റെ ഇതേ പേരിലുള്ള ഒരു നോവലിനെ ആസ്പദമാക്കിയായിരുന്നു ജുറാസിക് പാർക്കിന്റെ തുടക്ക ചിത്രം. ക്രിസ്റ്റോണും ഡേവിഡ് കോപ്പും കൂടിയായിരുന്നു അന്ന് തിരക്കഥയൊരുക്കിയത്. പസഫിക് തീരത്തിനടുത്തുള്ള ഇസ്ല ന്യൂബ്ലാർ എന്നൊരു സാങ്കല്പിക ദ്വീപിൽ നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിൽ. അവിടെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ചേർന്ന് വംശനാശം സംഭവിച്ച ഡൈനോസറുകളുടെ ഒരു വന്യജീവി പാർക്ക് സൃഷ്ടിക്കുകയും പിന്നീട് അവിടെ സംഭവിക്കുന്ന അട്ടിമറികളും അവിടുത്തെ ഡൈനോസറുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടുമാണ് സിനിമ. വംശനാശം വന്ന ദിനോസറുകളെ അന്ന് CGI ഉപയോഗിച്ചായിരുന്നു ചിത്രത്തിൽ ഉണ്ടാക്കിയെടുത്തത്. ലോകത്താകമാനം ഏകദേശം $914 മില്യൺ സിനിമ അന്ന് നേടിയത്. 97 സ്റ്റീവൻ സ്പിൽബർഗിന്റെ തന്നെ ടൈറ്റാനിക് വരുന്നത് വരെ ജുറാസിക് പാർക്കായിരുന്നു ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രം. ആകെ മൊത്തം 6 ചിത്രങ്ങളാണ് ഈ ഫ്രാഞ്ചൈസിയിൽ നിന്നും ഇതുവരെ വന്നിട്ടുള്ളത്. ജുറാസിക് പാർക്ക്, ദ ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്ക്, ജുറാസിക് പാർക്ക് 3, ജുറാസിക് വേൾഡ് ഫാളൻ കിങ്ഡം, ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്നിവയാണവ. ഇപ്പോൾ ജുറാസിക് ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ടാണ് പുതിയ ചിത്രം 2025 വരുന്നുണ്ടെന്ന വാർത്ത നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചത്. സ്റ്റീവൻ സ്പിൽബർഗ് ഒരുക്കിയ ആദ്യ ഭാഗം ജുറാസിക് പാർക്കിന്റെയും അതിനുശേഷമുള്ള 97 കണ്ടിന്യൂഷനായ ജുറാസിക് പാർക്ക് ദ ലോസ്റ്റ് വേൾഡിന്റെയും രചന ഒരുക്കിയ ഡേവിഡ് കോപ്പ് തന്നെയാണ് പുതിയ ചിത്രത്തിന് തിരക്കഥയും ഒരുക്കുന്നതെന്നാണ് സൂചന. എന്നാൽ അവസാനം ഇറങ്ങിയ ജുറാസിക് വേൾഡിലെ പല കഥാപാത്രങ്ങളും പുതിയ ചിത്രത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൂടാതെ ജുറാസിക് പാർക്കിന്റെ ആദ്യ ഭാഗത്തുള്ള പല കഥാപാത്രങ്ങളും ഇതിലുണ്ടാവില്ലെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നൊസ്റ്റാൾജിയയ്ക്കൊപ്പം പുതിയ ആവേശം തരുന്ന ഒന്നായിരിക്കും വരാൻ പോകുന്ന ജുറാസിക് വേൾഡ്. എന്തു തന്നെയായാലും 4 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇറങ്ങിയ ജുറാസിക് സിനിമകളൊന്നും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇനി വരാനിരിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ എൻട്രി ഓഫ് ഡൈനോസേഴ്സ്.